ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ബോണ്ട എന്ന് പറയും, ചിലയിടത്ത് ഇതിന് ഉണ്ടംപൊരി എന്ന് പറയും. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഒരു ബോണ്ടയാണ്, ഒരു പഴയകാല രീതിയിൽ. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇത് നമുക്ക് വേണ്ടത് മൈദ, 1/2 കിലോ മൈദയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ റോബസ്റ്റ പഴം ഒരു 4 എണ്ണം ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഉപ്പ് വേണം, പിന്നെ കുറച്ച് പുളിമാവ്. നമ്മൾ തലേദിവസം തന്നെ കുറച്ച് മാവ് പുളിക്കാൻ വെച്ചിരുന്നു, ആ മാവ് അതിനകത്ത് ചേർക്കണം. അതിനുശേഷം നമ്മൾക്ക് ബേക്കിംഗ് സോഡ വേണം, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിനകത്ത് നമ്മൾ ചേർക്കണം. എന്നിട്ട് നമ്മളിതിനെ ശരിക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. ഇതിനെ കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ ശരിക്കും ഇതിനെ മിക്സ് ചെയ്യുക. ചിലവരൊക്കെ ഇതിനെ പഴത്തിനെയൊക്കെ മിക്സിയിലൊക്കെ അരച്ച് ചെയ്യാറുണ്ട്. എങ്കിലും നമ്മുടെ പഴയകാല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ശരിക്കും കൈ കൊണ്ട് ഇത് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ആ പഴത്തെയെല്ലാം ഞെരടി നമ്മളതിനെ ശരിക്കും അതിനെ മിക്സ് ചെയ്യുക. അതിനെ നല്ല ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ചേർത്തുകൊണ്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് കുറച്ച് ജീരകം കൂടെ അതിനകത്ത് ആഡ് ചെയ്യുക. ചിലർ ഇതിനകത്ത് തേങ്ങാക്കൊത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടാറുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇടുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ പഞ്ചസാര ചേർത്താണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ജീരകം ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഇഷ്ടം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യണം. ഇത് ശരിക്കും അതിനെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ അതിനെ മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാനിൽ വെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് ചൂടായി കഴിയുമ്പോൾ നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഇതിനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഒരു ബോൾ പരുവത്തിലാക്കി എണ്ണയ്ക്കകത്തോട്ട് ഒഴിക്കുക. നല്ലവണ്ണം മൂക്കാൻ വേണ്ടി നമ്മളതിനെ വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ഇതിനെ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി വേണ്ടത്. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ശരിയായി വരുമ്പോഴത്തേക്ക് നല്ലൊരു ഷേപ്പിലായി വരും. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ആഹാരമാണ്. ഇത് നിങ്ങളുടെ സ്ഥലത്തെ പേര് ഇതിനെന്താണ് പറയുന്നത് എന്നുള്ള പേര് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം ഞാനിത് പല പേരിൽ ഞാൻ ഇതിനെ കേട്ടിട്ടുണ്ട്. ബോണ്ടാന്ന് കേട്ടിട്ടുണ്ട്, ഉണ്ടംപൊരി എന്ന് കേട്ടിട്ടുണ്ട്, ഗുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് ഇതിന് പറയുന്നത് എന്നുള്ള പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക, വീട്ടിൽ ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 4 മണി പലഹാരമാണിത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതായി.